ഇതാ നമ്മൾ കഴിക്കാൻ വേണ്ടിട്ട് പോണു. സോ ഗൈസ്, ഞാൻ ഓർഡർ ചെയ്ത് എന്തായിരുന്നു അറിയോ? സാമ്പാർ മിനി ഇഡ്ഡലി, ഇങ്ങനെ സാമ്പാറിൽ മുങ്ങി കിടക്കണ. ഇന്നലെ ഞങ്ങൾ വേറൊരു സ്ഥലത്തു നിന്നാണ് ഓർഡർ ചെയ്തത്. അത് കൊള്ളൂലായിരുന്നു, എനിക്കതൊക്കെ ഇഷ്ടപ്പെട്ടില്ല. ഇത് കഴിച്ചോടാ. ഇവരുടെ മിനി ഇഡ്ഡലി ഭയങ്കര സൂപ്പറാണ്. അപ്പൂന് പൊടി തട്ടിട്ടായി ഇഡ്ഡലി, മറ്റേ പൊടിയും സാമ്പാർ ചമ്മന്തി, ചുവന്ന ചമ്മന്തി, വെള്ള ചമ്മന്തി ഒക്കെ ഉണ്ട്. നമുക്കിനി കഴിക്കാം, കഴിച്ചിട്ട് പോവാം. സത്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു എത്ര കിലോമീറ്റർ, 7-8 കിലോമീറ്റർ ഉള്ളു. ഞങ്ങൾ അവിടെ നിന്ന് ഇപ്പൊ നമ്മളെ വീട്ടിൽ നിന്ന് 7-8 കിലോമീറ്റർ ആണെങ്കിൽ കൂടിപ്പോയി ഒരു 10 മിനിറ്റ് അത്രയല്ലേ ആവുള്ളൂ. കോഫി അല്ലേ കുട്ടാ? ഒന്ന് ഉടപ്പിച്ച് നോക്കിയാ കൊള്ളാല്ലേ? ഫിൽറ്റർ കോഫി. സംഭവം എന്താ വെച്ചാൽ നമ്മളെ വീട്ടിൽ നിന്ന് പോവാൻ വേണ്ടിയിട്ട് ഒരു 7 കിലോമീറ്റർ പോകും, ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ കൂടിപ്പോയി ഇത്ര ഒരു 15 മിനിറ്റ് ആണെന്ന് വിചാരിച്ചോ. പക്ഷെ ഇവിടെ ഒരു 8 കിലോമീറ്റർ പോവാൻ ഗൈസ് നമുക്കൊരു 45 മിനിറ്റ് എങ്കിലും വേണം. അപ്പോൾ ഇന്നലെ എന്തിരുന്നറിയോ, ഇന്നലെ ഇങ്ങനെ എനിക്ക് ഇങ്ങനെ ഞാൻ ഇങ്ങനെ വിചാരിച്ചു, നന്നായി ഇവിടെയൊന്നും ജനിക്കാത്ത അല്ലെങ്കിൽ ഇവിടെയൊന്നും താമസിക്കാത്ത. എന്ത് സമയം എടുക്കുമെന്നറിയോ? ഇവിടെ ഭയങ്കര എല്ലാവർക്കും ഭയങ്കര ഇതാണ്. എല്ലാരും ഇങ്ങനെ സ്പീഡ് പൊക്കോണ്ടിരിക്കും. നമുക്കൊന്ന് വളവിൽ ഒന്ന് ഇൻഡിക്കേറ്റർ ഇട്ട് തിരിയാനുള്ള ഗ്യാപ്പ് ഒന്നും അവർ തരൂല. അവർ ഇൻഡിക്കേറ്റർ ഒന്നും ഇടാറില്ല. ഇവിടെ എല്ലാവർക്കും പെട്ടെന്ന് സമയവും പോകും. ഭയങ്കര ഫാസ്റ്റ് മൂവിങ് സിറ്റിയാണ്. ഇവിടെ നിന്ന് അതുവരെ പോണേന് തന്നെ ഒരു 2 കിലോമീറ്റർ ഒക്കെ പോകാൻ തന്നെ അരമണിക്കൂറൊക്കെ എടുക്കും. കുറച്ച് മതി. ഇഷ്ടല്ലേ പൊടി തട്ടിട്ടല്ലേ? എനിക്ക് ഇഷ്ടമല്ല. കഴിച്ചിട്ട് വരാം ഗൈസ്. സോ ഗൈസ്, അങ്ങനെ ഞാൻ റെഡിയായേ. ഞങ്ങള് ഇന്നലെ സെഫോറയിൽ പോയപ്പോഴത്തേക്ക് കുറെ ഇങ്ങനെ സെഫോറയിൽ സാധനങ്ങൾ വാങ്ങണം. പക്ഷെ സെഫോറ അവിടെ തുറന്നില്ല, ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ടിരയിന്ന് ഞാൻ 2-3 സാധനങ്ങൾ വാങ്ങിച്ചേ. എന്റെ കല്യാണ സമയം മുതൽ, കല്യാണത്തിന് മുന്നേ എന്ന് വേണമെങ്കിൽ പറയാം, വിഷ് ലിസ്റ്റിൽ ഇട്ട് വെച്ചിട്ടിരുന്ന സാധനമാണ്. അപ്പൊ അത് ഇന്നലെ ഞാൻ വാങ്ങിച്ചു. അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ മേക്കപ്പ് ലുക്ക് ചെയ്തത്. ഒരു സ്കിൻ ടിന്റ് മാത്രമാണ് വിഷ് ലിസ്റ്റ് ഇട്ട് വെച്ചിരുന്നത്. സോ അപ്പം അതൊക്കെ ഇട്ട് ഒരു ഒരുങ്ങിയൊക്കെ ചെയ്ത് മോയ്സ്ചറൈസറും ആ ഒരു സ്കിൻ ടിന്റുമാണ് ഇട്ടേക്കണത്. കടലമ്മ കരഞ്ഞാണ് പെച്ചട. സോ ഗായ്സ്, അങ്ങനെ ഞാൻ ഹെയർ കളർ ചെയ്യാൻ അവിടെ എത്തി. അവിടെ നിന്ന് ഞാൻ വോയിസ് ചെയ്യാത്തെന്ന് അറിയോ, അവിടെ ഭയങ്കര ബഹളവും പാട്ടും സൗണ്ടും ഒക്കെ ആയിരുന്നു. അപ്പം ആദ്യം എന്താ ചെയ്തതെന്ന് വെച്ചാൽ 2 പാച്ച് ടെസ്റ്റ് ചെയ്തു. ഓൾറെഡി എൻ്റെ ട്രീറ്റഡ് ഹെയർ ആണ്. അപ്പം എൻ്റെ ഹെയറിൽ കളർ എങ്ങനെയാണ് വർക്ക് ആവുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവർ പാച്ച് ടെസ്റ്റ് ചെയ്ത് ഒരു കാരമൽ ബ്രൗണും ഒരു നാച്ചുറൽ ബ്രൗൺ ഷെയ്ഡുമാണ് ടെസ്റ്റ് ചെയ്തത്. ഒരു ബ്രൗൺ. ഓക്കെ, അങ്ങനെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് ഒരു 15 to 20 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ അവർ തന്നെ എടുത്ത് അത് വാഷ് ചെയ്താകുമ്പോഴത്തേക്ക് ഡ്രൈ ചെയ്യുമ്പോഴാണ് കറക്റ്റ് നമ്മുടെ ആ കളറിൻ്റെ ഇൻറ്റൻസിറ്റിയൊക്കെ നമുക്ക് മനസ്സിലാവണം. അങ്ങനെ 2 എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് ഹൈലൈറ്റ്സ് ചെയ്യാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കാരമൽ ബ്രൗൺ ആണ്. അതായത് ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോണത് ഗ്ലോബൽ ചെയ്തിട്ട് അതിൽ ഹൈലൈറ്റ്സ് ചെയ്യും. ഗ്ലോബൽ മീൻസ് മുടി ഫുള്ളും നമ്മൾ ഒരു കളർ ചെയ്യും. അതായത് ഒരു ചോക്ലേറ്റ് ബ്രൗൺ ആണ് നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് ഹൈലൈറ്റ്സ് അതിൽ ഒന്ന് എറിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാരമൽ ബ്രൗൺ ചെയ്യും. അതാണ് നമ്മുടെ പരിപാടി എന്ന് പറയുന്നത്. അങ്ങനെ ആ കാരമൽ ബ്രൗൺ ആണ് ചെയ്യുന്നത്. എനിക്ക് കാരമൽ ബ്രൗൺ കണ്ടപ്പോഴും ഞാൻ ഇങ്ങനെ ഫേസിൽ ഇങ്ങനെ കുറച്ചിങ്ങനെ വച്ച് നോക്കി, ഫേസിലൊക്കെ വച്ച് നോക്കി. ഈ പുറത്തുള്ള രാജ്യത്തൊക്കെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, ദുബായിൽ ഹെയർ കളറ് ഇങ്ങനെ ഒരു ചാർട്ട് പോലെ ഉണ്ട്. അപ്പോൾ നമുക്ക് മുഖത്തോട്ട് വെച്ച് പിടിച്ചു നോക്കാം ഓരോ കളർ. അപ്പോൾ നമുക്ക് ഏതാണ് സ്യൂട്ടബിൾ ആണോ അങ്ങനെയൊക്കെ ചെയ്യേണ്ടത്. പക്ഷേ എനിക്ക് നമ്മളവിടെ അതുവരെ വന്നിട്ടില്ല, മേ ബി ഉടനെ വരുമായിരിക്കും. ഓക്കെ, അങ്ങനെ ഇത് ഞാൻ അപ്രൂവ് ചെയ്തു ഗൈസ്. കാരമൽ ബ്രൗൺ ആണ് അപ്രൂവ് ചെയ്തത്. എനിക്ക് കാരമൽ ബ്രൗൺ മതി. എനിക്ക് രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ട്. പക്ഷേ എനിക്ക് കാരമൽ ബ്രൗൺ ആണ് എനിക്ക് കുറച്ചുകൂടെ ഇങ്ങനെ എറിച്ച് നിൽക്കുന്നത്. കാരണം ഓൾറെഡി ഹെയർ കളർ ചെയ്യാമെന്നുള്ള പ്ലാനിലായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു ഇത് വേണം, ലൈക്ക് ചെയ്തു എന്ന് തോന്നിക്കുന്ന രീതിക്ക് വേണം. പിന്നെ എന്ന് വെച്ചാൽ ഞാൻ കുറേ നാൾ മറ്റേ സേഫ് സോണാണ്, കംഫർട്ട് സോണിലിരുന്നിട്ട് ലൈക്ക് ബാലിയേജ് മാത്രം റൂട്ടിലൊന്നും ചെയ്യാതെ, ഫേസിലൊന്നും വരാതെ തുമ്പിൽ മാത്രം ചെയ്യുന്ന ഒരു പരിപാടിയായിരുന്നു എൻ്റെ പരിപാടി. അപ്പോൾ അതെനിക്കൊന്ന് മാറ്റിപ്പിടിക്കാമെന്ന് വിചാരിച്ച് ആർക്കാലും ഒരു ചേഞ്ച് ഇഷ്ടമല്ലാത്ത അങ്ങനെ ഞാൻ സെറ്റ് ചെയ്തതാണ്. അങ്ങനെ ഫൈനലി ആ ചേട്ടൻ എന്താ കഴുകി ഓരോ സൈഡായിട്ട് കഴുകി എടുക്കുന്നേ ഉള്ളൂ. പക്ഷെ നല്ല സർവീസായിരുന്നു കേട്ടോ. പിന്നെ എന്ന് വെച്ചാൽ അവർ കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു ഇതാണ്, അവർക്ക് ഭയങ്കര ഐഡിയ ഉണ്ട്, അങ്ങനെ ചെയ്താൽ കൊള്ളാം, ഇങ്ങനെ ചെയ്താൽ കൊള്ളാം, അങ്ങനെ. ഞാൻ കോറമംഗലിലുള്ളൊരു സ്ട്രെയിറ്റ് സലൂൺ എന്ന് പറഞ്ഞൊരു സലൂണിലാണ് പോയത്. അങ്ങനെ
പരിപാടി കഴിഞ്ഞു. എനിക്ക് കാരമൽ ബ്രൗൺ ആണ് ഇഷ്ടപ്പെട്ടത്. അതായത് എൻ്റെ മൂക്ക് കുത്താത്ത സൈഡില്ലേ, ആ സൈഡിൽ ഇട്ട ഷെയ്ഡാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. എനിക്കത് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ അത് അപ്രൂവ് ചെയ്തു. അങ്ങനെ പരിപാടി സ്റ്റാർട്ട് ചെയ്യും. ഇതൊരു കുറച്ചധികം സമയം എടുക്കുന്ന പരിപാടി, 3 to 4. കാരണം ഗ്ലോബൽ ചെയ്യണം, അതിൻ്റെ കൂടെ ഹൈലൈറ്റ്സ് ചെയ്യണം. ആദ്യം ഹൈലൈറ്റ്സിന് കളറിട്ട് ഫോയിൽ പേപ്പർ ഒട്ടിച്ചതിന് ശേഷം നെക്സ്റ്റ് ഗ്ലോബലിന് കളറിട്ട് ചെയ്യണം. എന്നിട്ടൊരു 30 to 40 minutes 45 minutes നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോഴേ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അറിയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അങ്ങനെ വേണ്ടി നിലച്ചുമടിയൊക്കെ എണീറ്റെന്ന് ചീത്ത വിളിക്കണം. ഓക്കെ ഗൈസ്, ഇതാണ് എൻ്റെ നാച്ചുറൽ ഹെയർ. ഇങ്ങനെയാണ് എൻ്റെ നാച്ചുറൽ ഹെയർ ഇരിക്കുന്നത്. മീൻസ് നാച്ചുറൽ ഹെയർ അല്ല, ഇപ്പോൾ ഉള്ള ബിഫോർ ഹെയർ ഇങ്ങനെയാണ്. മുമ്പ് എപ്പോഴോ കളർ ചെയ്തത് അങ്ങനെ ആയതാണ് കേട്ടോ. ഇനി നമുക്ക് സെക്ഷൻ എടുത്തിട്ട് അവർ ഓരോ സാധനമായിട്ട് അപ്ലൈ ചെയ്യും. ആൻഡ് ഷോസ്കോഫ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റാണ് യൂസ് ചെയ്തത്. ഞാൻ ഓൾറെഡി ചോദിച്ചു ഏതാണ് യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്. ഞാൻ എപ്പോഴും ചോദിക്കണ്ടേ, എവിടെ പോയാലും എന്ത് പ്രോഡക്റ്റാണ് നമ്മളെ തലയിൽ യൂസ് ചെയ്യണമെന്ന് ചോദിക്കണം. കാരണം നമുക്കൊരു അറിവുണ്ടായിരിക്കണം എന്ത് പ്രോഡക്റ്റാണ് യൂസ് ചെയ്തത്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഹെയർ കളർ ചെയ്ത് ഡാമേജ് ആയി, മേ ബി ഏതെങ്കിലും ലോക്കൽ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടാണ് ഡാമേജ് ആയി എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം നമുക്ക് കുറച്ച് അവെയർ ആയിട്ടിരിക്കാമല്ലോ. അപ്പം അതുകൊണ്ട് ഷോസ്കോഫൊക്കെ നല്ല ബ്രാൻഡാണ്. ഞാൻ ഇപ്പം മുമ്പും അതൊക്കെ തന്നെ യൂസ് ചെയ്തിട്ടുള്ള നല്ലതാണ്. ഓക്കെ, ഇപ്പം ഹൈലൈറ്റ്സിന് വേണ്ടിയിട്ടാണ് ചെയ്യണം. ആൻഡ് ഫൈനൽ റിസൾട്ട് ഇതാണ് ഗൈസ്. സോ ഗൈസ്, അങ്ങനെ നമ്മൾ ഹെയർ കളർ ചെയ്ത് എനിക്ക് പറയാതിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, ഇനി ഭയങ്കര ലൈറ്റ് കളറായി പോവുമോ, വല്ലോ ബെയ്ജ് വല്ലോ ആവുമോ, ഭയങ്കര ലൈറ്റ് ആവും എന്നൊക്കെ. പക്ഷേ ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്ത് കേട്ടോ. അവർ നല്ല അടിപൊളിയായിട്ട് ചെയ്ത്. ഇതിപ്പോൾ ഞാൻ ചെയ്തേക്കുന്നത് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് കാരമൽ ബ്രൗൺ അല്ല, കാരമൽ മോക്കെ, അയ്യോ ഗേസ്, ഒരു കാരമൽ കളറാണ്. ആൻഡ് നമ്മൾ ഗ്ലോബൽ ചെയ്തേക്കുന്നത് ഒരു ചോക്ലേറ്റ് ബ്രൗൺ വെച്ചിട്ട്. സോ കാരമൽ ബ്രൗണും ചോക്ലേറ്റ് ബ്രൗണുമാണ് മിക്സ് ചെയ്താണ് ചെയ്തേക്കുന്നത്. വെയിലത്തേക്കുമ്പോഴാണ് സൂപ്പറായിട്ട് അറിയാൻ പറ്റണത്. പിന്നെ ഈ ഫ്രണ്ടിൽ ഇങ്ങനെ കളർ എടുത്തറിയാൻ പറ്റണത് എന്താണെന്ന് അറിയാം, അതിനെ മണി പീസ് എന്നാണ് എനിക്ക് അറിഞ്ഞുകൊടുക്കുന്നത്. ഇവിടുത്തെ ചേട്ടൻ പറഞ്ഞാണ് അറിയണം. മണി പീസ് എന്ന് പറഞ്ഞ സാധനം കൂടെ ചെയ്തു. ഓക്കെ, സോ സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഒരു ദിവസം ഹെയർ കളർ ചെയ്തേ പോയി. കാരണം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഭയങ്കര പ്ലാനിങ് ആണ്, അവിടെ പോ ഇവിടെ പോ, അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാമെന്നൊക്കെ. ഒരു 2-3 മണിക്കൂറായപ്പോഴേ 3 മണിക്കൂർ വരെ അപ്പോൾ ഇരുന്നു. അത് കഴിഞ്ഞപ്പോൾ അപ്പോൾ സ്ഥലം വിട്ട് അപ്പോൾ പോയി അവിടെ കാറിലിരിക്കാൻ ബോറടിച്ചിട്ട് വേറെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. ഞാൻ എന്തായാലും അപ്പൂൻ്റെ റിയാക്ഷൻ ഉണ്ടെന്ന് നോക്കാം. കാരണം ഞാൻ കുറേ കാലമായില്ലേ ഇങ്ങനെ ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇത്ര ഭംഗിക്ക് ചെയ്തിട്ട് കുറേ കാലമാകും പോകണം. ബാ, ഓരെങ്ങനെ കയറും. കറക്റ്റായി. അമ്മ, എൻ്റെ കാല് കുടുങ്ങി. എപ്പടി இருக்குண்ணா? நல்லா இருக்கு. അല്ലെങ്കിൽ ഞാൻ നല്ല ഇരുന്തലേ എന്നാ എന്നാലും ഇത് കുറച്ചുകൂടി കൊള്ളാം. എങ്ങനെയുണ്ട് ഹെയർ കളർ? ഭംഗിയുണ്ട് കാണാൻ, അടിപൊളി. ഇതിപ്പോ എന്തോ മൊത്തം ചെയ്താ ഇവിടെ ഇതുവരെ അല്ല പൂട്ടാ. ആദ്യം അവരെന്തരെന്ന് വെച്ചാ ഇത് 2 കളറിന്റെ മിക്സ് ആണ്. ഒന്ന് ഇത് ഇവിടെ കുറച്ച് ലൈറ്റ് ആയിട്ട് എടുത്തറിയാൻ പറ്റണണ്ടാ, ഇങ്ങനത്തെ കുറ. അത് കാരമൽ ഷെയ്ഡാണ് ഞാൻ ചെയ്തേക്കണത്, കാരമൽ ബ്രൗൺ. ബ്രൗൺ ഫാമിലി, ഫുൾ ബ്രൗൺ ഫാമിലിയിൽ വരണതാണ് ഞാൻ ചെയ്തേക്കണത്. ഒന്ന് കാരമൽ, പിന്നെ ബാക്കി ഒരു കുറച്ചൊരു ഡാർക്ക് ബ്രൗൺ കളർ ഷെയ്ഡ് കണ്ടാ, അത് ചോക്ലേറ്റ് ബ്രൗൺ. ഇത് രണ്ടിന്റെ മിക്സ് ആണ് ചെയ്തേക്കണം. എന്നിട്ട് വേറൊരു സംഭവം ഇവിടെ ഇങ്ങനെ കുറച്ച് കളർ കിടക്കണണ്ട. ഇതിനെ പറയണ എന്തായിരുന്നു അറിയാമോ? മണി പീസ്. അങ്ങനെ എൻ്റെ അടുത്ത് മണി പീസ്. അപ്പം ഞാൻ വിചാരിച്ചു പൈസ തരമല്ലോ കാര്യം. അപ്പം ഞാൻ വിചാരിച്ചു, അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ് അങ്ങനെ ഒരു ഹെയർ കളറുണ്ട് ഇവിടെ മണി പീസ്. അപ്പം ഞാൻ ചോദിച്ചു മണി പീസാ? അപ്പം ഞാൻ ചോദിച്ചു മണി പീസ് പറഞ്ഞു, മണി പീസ്. അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ഇങ്ങനെ ഇവിടെ ഹെയർ കളർ ചെയ്യുന്നതിനെ പറയണത്, അതായത് ഫ്രണ്ടിൽ 2 ബാങ്ക്സിൽ മണി ഇങ്ങനെ കളർ ചെയ്യണതിനെ പറയണതാണ് മണി പീസ്. പിന്നെ ഞാൻ ഇവിടെ ബാങ്ക്സും വെട്ടിയിട്ട് കണ്ട. സോ എങ്ങനെയുണ്ട്? ഞാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കൊള്ളാല്ലേ? എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട്. ഇനി ഗൈസ്, ഇനിയുള്ളൊരു സംഭവം വെച്ചാൽ ഇനി ഇത് നല്ലപോലെ ടേക്ക് ചെയ്യണം, അല്ലെങ്കിൽ മുടി ഭയങ്കരമായിട്ട് ഡാമേജ് ആവും. ഞാൻ പിന്നെ ബ്ലീച്ച് ചെയ്തിട്ടില്ലേ. ബ്ലീച്ച് പണ്ടൊരിക്കൽ എനിക്ക് അറിവില്ലായ്മ കൊണ്ട് ചെയ്ത തന്നെ, പിന്നെ ബ്ലീച്ച് ചെയ്തിട്ടേ ഇല്ല. അത് പിന്നെ എൻ്റെ മുടി എനിക്ക് തിരിച്ചിട്ട് എന്ത് സമയം എടുത്തെന്നറിയും. അപ്പം ഇനി അങ്ങോട്ട് ഭയങ്കരമായിട്ട് കെയർ ചെയ്യണം. എന്ന് വെച്ചാൽ ആഴ്ചയിൽ 1 ദിവസം മാസ്ക് ഇട്ട് കൊടുക്കണം, 1 അല്ലെങ്കിൽ 2 ദിവസം. ഞാൻ ഹെയർ കളർ ചെയ്തിട്ട് ഞാൻ കൂടിപ്പോൾ 1-2 ആഴ്ച ഞാൻ കളർ പ്രൊട്ടക്ടറിൻ്റെ ഷാമ്പും കണ്ടീഷണറൊക്കെ യൂസ് ചെയ്യുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നോർമലായിട്ട് താരൻ്റെ ഷാമ്പു അങ്ങനെയൊക്കെ തന്നെ യൂസ് ചെയ്യണത്.
പക്ഷേ ഇത് സൂപ്പർ. എനിക്ക് പേടിയായിരുന്നു ആ ചേട്ടാ ഹെയർ വാഷ് ചെയ്യുമ്പോൾ എൻ്റെ തലേന്ന് വലിയ ചെളിയൊക്കെ ഇവിടുന്ന് കുളിക്കാതെ ചുമ്മാ ഇപ്പൊ ഇയാൾക്ക് മണന്നാളി പറയുന്നുണ്ട് തലയിൽ എന്തായിരുന്നു മാറിയിട്ട്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ട്രിപ്പ് ആയതുകൊണ്ട് എനിക്ക് കുളിക്കാൻ സമയം കിട്ടിയിരുന്നു. വെച്ചാൽ അതിന് മുമ്പത്തെ ദിവസം കുളിച്ചതെന്ന് വെച്ചാൽ ഇല്ല, ഞാൻ ഇന്നൂടെ ചേർത്തിട്ട് ഇന്നാകുമ്പോഴത്തേക്ക് 6-7 ദിവസം ഞാൻ തല കഴുകിയിട്ട് അതിൽ കൂടുതൽ തോന്നണം. ഞാൻ ദേഹം കഴിവും തലയിലാണ് ഉദ്ദേശം. ഷാമ്പും കണ്ടീഷണറും എടുത്തില്ല. അപ്പം എന്തായാലും ഇന്ന് കുളിക്കാന്ന് പറഞ്ഞിരുന്നു. അപ്പം പിന്നെ ഹെയർ കളർ അറിയാമെന്നുള്ളൊരു ഐഡിയ എന്നാ. സോ ഇറ്റ്സ് എങ്ങനെയുണ്ട്? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നീ ഭയങ്കര പുനൂതം വന്നങ്ങ്. പിന്നെ എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഹെയർ കളർ ഡാമേജ് ആവും. നല്ല ഡാമേജ് ആവും ഹെയർ കളർ. ഞാൻ വർഷത്തിൽ ഒരു തവണയ്ക്ക് ഞാൻ ഹെയർ കളർ 1-2 തവണ, അതായത് 6 മാസം കൂടുമ്പോഴൊക്കെ ഹെയർ കളർ കുഴപ്പമില്ല. അല്ലെങ്കിൽ ഒരു വർഷത്തിൽ ഒരു തവണ ചെയ്താലും മതി. പക്ഷെ നിങ്ങൾ പ്രോപ്പറായിട്ട് ടേക്ക് കെയർ ചെയ്യാൻ പറ്റൂല. ടേക്ക് കെയർ ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ നിൽക്കരുത്. കാരണം ചുമ്മാ മുടി നശിപ്പിക്കണ്ടല്ല. ഇല്ല, നിങ്ങൾ വല്ല ഒരു ആഴ്ചയിലൊരിക്കൽ ഹെയർ മാസ്ക് ഇടും, കളർ പ്രൊട്ടക്റ്റൻ്റ് ഷാമ്പുവും കണ്ടീഷണറൊക്കെ ഇടും എന്നുണ്ടെങ്കിൽ എല്ലാം അങ്ങനെയാണ്. നമ്മൾ ഒറ്റ ദിവസം കൊണ്ടൊന്നും കിട്ടില്ല. നമ്മളിങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിലാണ് എല്ലാം ഉള്ളത്. ഓക്കെ ഗൈസ്, ഇനി എനിക്ക് വീരവാദമൊന്നും മുടക്കാൻ വയ്യ. ഇനി നമുക്ക് പോവാം. സോ ഗൈസ്, നമുക്ക് ഇനി അടുത്ത സ്ഥലങ്ങളിലോട്ട് പോവാം. അപ്പം നിങ്ങൾ ഹെയർ കളറൊക്കെ ജീവിതത്തിൽ ഹെയർ കളറൊക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ട് ചെയ്യാൻ, നിങ്ങൾക്ക് ആഗ്രഹമുള്ളതാണെങ്കിൽ ചെയ്യുക. എന്നിട്ട് അതിനനുസരിച്ചുള്ള പ്രോപ്പർ കെയർ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ചിന്ന ചെയ്യരുത്. പിന്നെ അവസാനം പറയരുത് മുടി തൊലഞ്ച് പോച്ചു സാർ. സോ ഗൈസ്, അപ്പൊ നമുക്ക് പോവാം. അതുവാ ഹെയർ സ്പ്രേ. ഇനിയും 3 ഫ്ലേവർ. എനിക്ക് വിശക്കാണ്. ഞാൻ അപ്പു ഫുഡും കഴിച്ചോണ്ട് അപ്പു കാറിൽ വന്നു കേട്ടോ. അവിടെ ഭയങ്കര മറ്റേ സംഭവം അറിയാമോ, എനിക്ക് നീ ക്രീം ഇട്ടോണ്ടിരുന്നല്ലേ, ക്രീമിന്റെ മണമോ അവിടെ ഹെയർ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യണം. അപ്പൊ അതിന്റെ മണം കൊണ്ട് അപ്പു ചെന്നത്. അപ്പോഴത്തേക്ക് ഞാൻ മട്ടൻ പായ സൂപ്പ്, അപ്പുവിന് മട്ടൻ ഇഷ്ടമാണ്, ഞാനൊരു സൂപ്പ് കുടിക്കാൻ വിചാരിച്ചു. നോക്കുമ്പോ ഗൈസ് ഒരു കാല്, പക്ഷെ എനിക്ക് പായ സൂപ്പെന്ന് വെച്ചാൽ കാലണിക്കാണ്. ഞാൻ കുടിച്ചപ്പോ ആ കാലും ഒന്ന് എന്റെ മുഖത്തടിച്ച് ആടെന്നെ ചവിട്ടി തന്നു. ഞാൻ കുടിച്ചപ്പോഴും അങ്ങനെ തന്നെ. പിന്നെ ഞാൻ കാലെടുത്ത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് കുടിച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത സ്ഥലത്തോട് പോകാം. ഗൈസ്, വീണ്ടും ഞാൻ ടാറ്റ പറഞ്ഞിട്ട് എന്തിനു വന്നതെന്നറിയോ? ഈ ഹെയർ കളറിനെ കുറിച്ച് എനിക്ക് 10 പറയാനുണ്ട്. എന്താ തിരിയണത്? ഇങ്ങോട്ട് വരണം. ഞാൻ പണ്ട് ഹെയർ കളർ ചെയ്ത്, ഇപ്പോഴൊന്നും അല്ല, 2-3 എനിക്ക് അപ്പൂനെ എനിക്ക് അറിയാന്നുള്ള ഒരു സമയത്ത് ലൈക്ക് ഞാൻ പോയിട്ട് ഭയങ്കര കമ്പനി ജസ്റ്റ് ഒരു ഹായ് ബൈ, അല്ലെങ്കിൽ എല്ലാവരുടെ കൂട്ടത്തിട്ട് എന്നെ താച്ചുമ്പോൾ സൈഡിൽ നിന്ന് ചിരിക്കുന്ന ഒരാള്. ചില സമയത്ത് താറ്റുമ്പോഴത്തേ ഇവന് വിഷമം തോന്നും. ഓക്കെ, അപ്പൊ ഇവ എന്തായിരുന്നു വെച്ചാൽ അന്നൊരിക്കൽ ഞാൻ ഹെയർ കളർ ഇട്ട് ഇവ എങ്ങനെ അറിയാം, എന്നെ എങ്ങനെ അറിയാം എന്ന് പറഞ്ഞു നോക്കി. കർമ്മ എന്നുള്ള റിയലാണ്. ഇപ്പൊ നോക്കിയാണ് ഈ മോന്ത, ഹെയർ കളർ അടിച്ച മോന്ത ഇയാൾ എപ്പോഴും കണ്ടോണ്ടിരിക്കണം. എങ്ങനെയുണ്ട്? കർമ്മ ബലന്താണ്. ഇത് കൊള്ളാം. പക്ഷെ അതെന്താണെന്ന് പറയാം, എനിക്ക് അന്നേ അവരുണ്ടല്ലോ ഹെയർ കളർ വാരി ഇട്ടിട്ട് വാഷ് ബേസ് ഇട്ട് കുറെ കഴുകി അങ്ങെടുത്ത്. അതിന്റെ ഫോട്ടോ എവിടെ ഉണ്ട്? അങ്ങനെ തന്നെ വേണം. അന്ന് എന്നെ പറഞ്ഞിട്ട് ദൈവന്തരൻ അന്ന് എഴുതിയത് സ്ക്രിപ്റ്റ് റൈറ്റർ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. നീ ഇന്ന് ചിരിച്ചല്ലേ കൊണ്ട് അടുത്ത കുറച്ച് വർഷം. അത് അമ്പിളിയുടെ ഇൻസ്റ്റയിലുണ്ട്, പോയി നോക്കിയാൽ കുറെ ബാക്കിലോട്ട് പോകുമ്പോ കാണാൻ പറ്റും ആ ഫോട്ടോ. എന്നിട്ട് നിങ്ങൾ കൂടി പറയാതെ. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോയത് നമ്മുടെ നെക്സസ്, കോറമംഗലുള്ള നെക്സസ് മോളിലാണ്. ഞാൻ ചെയ്ത സലൂണിന്റെ തൊട്ട് അടുത്ത് തന്നെയാണ്. പക്ഷേ കുറച്ച് മീറ്റർ ഉണ്ടെങ്കിലും ഏകദേശം 10 to 15 മിനിറ്റ് എടുക്കും. കാരണം ബ്ലോക്ക് ആയതുകൊണ്ട്. അങ്ങനെ എൻ്റെ കുറേ നാളത്തെ ഡ്രീമായിരുന്നു ന്യൂ ബാലൻസിൻ്റെ ഒരു സ്നീക്കേഴ്സ് വാങ്ങണം. ഞാൻ അങ്ങനെ ഒരു സ്നീക്കർ ഗേളെ അല്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ കൂടുതലും ഹീൽസും ഒക്കെയാണ് ഇടുന്നത്. പക്ഷേ എനിക്കൊരു സ്നീക്കേഴ്സ്, ഞാൻ വളരെ റീസെൻ്റായിട്ട് സ്നീക്കേഴ്സ് ഇട്ടോടനെ ശേഷം എനിക്ക് ഭയങ്കര കംഫർട്ടബിളാണ്. എനിക്കൊരു നല്ല സ്നീക്കേഴ്സ് വാങ്ങിച്ച് ഞാൻ ന്യൂ ബാലൻസിൻ്റെ ഷോറൂമിൽ പോയി ഫൈനലി ഞാനൊരു സ്നീക്കേഴ്സ് വാങ്ങിച്ചു. ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വിചാരിച്ചാണ്. സൈസ് നോക്കി ഞാൻ ഓൺലൈനിൽ ഞാൻ വാങ്ങുന്ന സൈസ് 6 പക്ഷേ ഇത് ഞാൻ ഇട്ട് നോക്കിയപ്പോൾ 6 സൈസ് ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് ലൂസായിരുന്നു. അപ്പം ഞാൻ 5 സൈസ് എടുത്ത 5 സൈസ് എനിക്ക് പെർഫെക്റ്റ്. ഇതാണ്. ഇതിൻ്റെ കൂടെ ഇടുമ്പോൾ നിങ്ങൾക്കൊരു വൃത്തിയില്ലായ്മ കണക്ക് തോന്നുമായിരിക്കും, ഒരു അപാകത പോലെ. പക്ഷേ ഗൈസ് ബാഗി ജീൻസിൻ്റെ കൂടെയൊക്കെ ഇട്ട്
അടിപൊളിയായിരിക്കും, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ ഒരെണ്ണം എടുത്തു. അതിനുശേഷം ഞങ്ങൾ നേരെ പാനിപൂരി കഴിക്കാൻ പോയി. എനിക്കാണെങ്കിൽ ഇവിടെ നിന്ന് കഴിക്കുന്നതിനേക്കാളും എനിക്ക് ബാംഗ്ലൂരിൽ നിന്ന് പാനിപൂരി കഴിക്കാൻ ഭയങ്കര ഇഷ്ടം. ഞാൻ മുമ്പ് മൈസൂർ വ്ളോഗിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് അതുകൊണ്ട് കുറേ നേരം വെയിറ്റ് ചെയ്ത് ഒരു പാനിപൂരി കടന്നു. പക്ഷേ പാനിപൂരി കൊള്ളാമെന്ന് വെച്ചാൽ കൊള്ളാം, പക്ഷെ ഭയങ്കര എരിവായിരുന്നു. അപ്പം എൻ്റെ മനസ്സിലുള്ള പാനിപൂരി ഇതല്ലായിരുന്നു ഗൈസ്. പക്ഷെ ഞാൻ കഴിച്ചു, ഒരു 5-6 കഴിച്ചു. ഭയങ്കര കൊതിയായിരുന്നു എനിക്ക്. പ്രത്യേകിച്ച് എനിക്ക് ഇങ്ങനെ വച്ച് തരൂലേ, അപ്പോൾ എനിക്ക് എന്തോ ഞാൻ സിനിമയിൽ അഭിനയിക്കാനാണ് എനിക്കറിയണം എന്ത് മാനസിക തരമായിട്ടുള്ള ഫീലിംഗാണ്. എനിക്ക് ഇങ്ങനെ കഴിയുമ്പോൾ ഞാനെന്തോ സിനിമയിൽ അഭിനയിക്കണമൊക്കെ എനിക്ക് തോന്നും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെ. നിങ്ങൾ മറ്റേ റബനെ ബനാദി ജോഡി സിനിമയില്ലേ, റബനെ ബനാദി ജോഡിയിൽ അവരൊരു സാധനം കഴിക്കും, എന്തോ ഗോൽപൂരിയ പാനിപൂരി എന്തോ സേവ്പൂരി എന്തോ സാധനം. അതെവിടെയെങ്കിലും കിട്ടുമെങ്കിൽ നിങ്ങളൊന്ന് പറയണം. നിങ്ങൾ നോർത്ത് ഇന്ത്യയിൽ പഠിക്കുന്ന ആൾക്കാരെ, എവിടെയെങ്കിലും പഠിക്കുന്ന ആൾക്കാരെ പറയാം. കാരണം അതിങ്ങനെ അനുഷ്ക ഷെട്ടി കഴിക്കുമ്പോൾ എനിക്ക്, അനുഷ്ക ശർമ്മ കഴിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ അത് എനിക്ക് ഭയങ്കര കൊതിയാണ് അത് കഴിക്കാൻ വേണ്ടിയിട്ട്. അവളിങ്ങനെ കഴിക്കണം, എനിക്ക് അത് തന്നെ വേണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്, എന്താണോ കഴിച്ചതെന്നുള്ളത്. പക്ഷേ ഇതും ഭയങ്കര സ്പൈസി ആയിരുന്നു, പക്ഷേ കൊള്ളായിരുന്നു. പക്ഷേ ഞാൻ ഫുള്ള് കഴിച്ചു. അപ്പോൾ തൊട്ടിട്ടില്ല, കാരണം അപ്പൂന് ഇങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല. അപ്പോൾ എൻ്റെ പൊന്നെ എൻ്റെ അമ്മങ്ങിപ്പോയി ഞാൻ. അപ്പൂന് ഇങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല. അപ്പു കുറച്ച് ഇങ്ങനെ അങ്ങനെയല്ല, അവൻ നോക്കിയും കണ്ടൊക്കെ കുറച്ചൊക്കെ കഴിക്കുള്ളൂ. അവൻ ഇങ്ങനത്തെ ഒന്നും അവന് കഴിക്കാൻ ഇഷ്ടമല്ല. പക്ഷേ ബേസിക്കലി അയാമ്പ അങ്ങനെയല്ലല്ലോ ഗൈസ്, ഞാൻ എന്ത് കിട്ടിയാലും തിന്നുമല്ലോ. എൻ്റെ കുടലും വയറൊക്കെ എന്ന് വെച്ചാൽ ദൈവം അങ്ങനെയാണ്, എന്ത് കിട്ടിയാലും നീ തിന്നു എന്നുള്ള രീതിക്കാണ് നിർമ്മിച്ച് ചെയ്യണത്. സോ ഇനി ഇതാ കഴിഞ്ഞ് നമുക്ക് നേരെ റൂമിലോട്ട് പോകാം ഗൈസ്. സോ ഗൈസ്, അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ എപ്പോഴത്തെയും പോലെ തന്നെ ഭയങ്കര പ്ലാൻ ചെയ്ത പോലെ നടന്നാന്ന് വെച്ചാൽ 1-2 കാര്യങ്ങൾ നടന്നു, പക്ഷെ ഒരൊറ്റ കാര്യം നടന്നില്ല. അപ്പൊ അത് ഒന്ന് സെറ്റാക്കണം. സോ നമ്മൾ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് കഴിക്കാൻ വന്നത് ഭയങ്കരമായിട്ട് ടയർഡായിപ്പോയി. ടയർഡ് പോയിട്ട് നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്തെന്ന് വെച്ചാൽ ഇല്ല, പക്ഷെ ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് ഭയങ്കരമായിട്ട് ടയർഡായിപ്പോയി. അപ്പം എന്താ കഴിക്കണം, എനിക്ക് ഹോം സിക്നസ് വന്ന് ഞാൻ നല്ല പഴങ്കഞ്ഞി, ചാള ഫ്രൈ, പയറ് തോരൻ, അച്ചാറ്, ഉണ്ടമുളക്, അപ്പുട്ടൻ, ഞാൻ 2 ദോശയും മട്ടൻ ലിവറും. അപ്പൊ ഇതാണ് കഴിക്കുന്നത്. എത്ര മണിയാണെന്നറിയോ? 1 മണി, വെളുപ്പാങ്കാലത്ത് അല്ലേ? 1 മണി. നല്ല തൈരൊക്കെ ഒഴിച്ച് വേണം എന്താ വായന കപ്പലാന്ന്. അപ്പോ വേണ്ട കൂടി അമ്മച്ചു, എനിക്ക് ഒന്നാമത് വയറ് വയ്യാണ്ട്. ഞാൻ ഒരിക്കൽ ഇവിടെ നിന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ് എനിക്ക് മട്ടൻ. ഓക്കെ ഗൈസ്, നമുക്ക് ഫുഡ് കഴിച്ച് ഇന്നത്തോടെ നമ്മുടെ ഈ പരിപാടി, ഇന്നത്തെ ഷോപ്പിംഗ് അല്ല ആക്ച്വലി നമുക്ക് 2 ആണ്. ഒന്ന് ഹെയർ കളർ ചെയ്യണമെന്ന്, പക്ഷെ ഞാൻ വെച്ചൊരു 3 മണിക്കൂർ. പക്ഷെ എത്ര സമയം എടുത്തല്ലേ, 4-5 മണിക്കൂർ എടുത്ത് ഹെയർ കളർ ചെയ്യണ. അത് കഴിഞ്ഞിട്ട് ഇവിടത്തെ ബ്ലോക്ക് ഗൈസ്, അതെനിക്ക് പറയാതിരിക്കാം. സൂപ്പറായിട്ട് ചെയ്ത അത് ഞാൻ പറയാതിരിക്കുന്നില്ല. പക്ഷെ ബ്ലോക്ക് എൻ്റെ ചോദിച്ചു. എനിക്ക് അവിടേക്ക് 5 കിലോമീറ്റർ പോയാൽ എനിക്ക് ഒരു 5 മിനിറ്റ് മതി. ഞങ്ങൾക്ക് 5 ഇപ്പൊ ഇത്രയും ബ്ലോക്ക് ആണെന്ന് വിചാരിച്ചു, ഒരു 15 കിലോമീറ്റർ പോവാൻ 10, 15, 20, 25 to 40 മിനിറ്റിനകത്ത്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇവിടത്തെ യാത്ര. നല്ല തൈരും കരിവേപ്പലയും ഇഞ്ചിയൊക്കെ ഇട്ടല്ലേ. ഞാൻ ചോദിച്ചില്ല, ചാളമീനെ കൂട്ടി കഴിക്കട്ടെ, എന്നിട്ട് കഴിച്ച് ഞാൻ കിടക്കണം. സോ ഗൈസ്, ടാറ്റാ ബൈ ബൈ. കൊള്ളാലോ.